എനിക്ക് എന്റെ വിശ്വാസം സൂക്ഷിച്ചു പോകണം. അതാ ഈ രാജ്യം ഭരണഘടന ആർട്ടിക്കിൾ 25 പറയുന്നു. എന്ത്? എനിക്ക് ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാം, അത് ആചരിക്കാം, അത് പ്രചരിപ്പിക്കാം. ആർട്ടിക്കിൾ 25 വായിച്ചോക്ക്. 26 പോ, 27 പോ, ആർട്ടിക്കിൾ 14 പോ. അവിടെയൊക്കെ മനുഷ്യന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പോരാ, ഓരോ മനുഷ്യനും മൗലികമായി കിട്ടേണ്ട അവകാശങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നു. അതനുസരിച്ച് എനിക്ക് എന്റെ വിശ്വാസം സത്യമായി പുലർത്താം. പക്ഷെ ഒരാൾ ആക്രമിച്ചിട്ടല്ല, ഒരാളെ ദ്രോഹിച്ചിട്ടല്ല, ഒരു അയൽവാസിക്കും ഉപദ്രവം ഉണ്ടാക്കിയിട്ടല്ല, ഒരു നാട്ടുകാർക്കും ഉപദ്രവം ഉണ്ടാക്കിയിട്ടല്ല. എന്റെ വിശ്വാസം എനിക്ക് കാത്തു സൂക്ഷിക്കാം. എനിക്ക് പറ്റാത്തതാണെങ്കിൽ തുറന്നു പറയാം. മലക്ക് പോകാൻ മാലയിട്ട ഹൈന്ദവ സഹോദരൻ അതേ മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല, അത് തീവ്രവാദമല്ല, അതവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവനെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചോ, അവൻ പറയും ഞാൻ മാലയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് വർഗീയതയല്ല, അതുകൊണ്ട് വിശ്വാസാണ്. അതേപോലെ മുസ്ലിം അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാത്ത ഒരു മാംസം കഴിക്കാൻ പാടില്ല, അത് വർഗീയതയല്ല, അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഏകദൈവ വിശ്വാസത്തിനെതിരായി പൂജിച്ച ഭക്ഷണം ഒരു ഏകദൈവ വിശ്വാസിയായ മുസ്ലിം കഴിക്കൂല, അത് വർഗീയതയല്ല മനുഷ്യരെ, മറിച്ചത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലേ? ക്രിസ്ത്യാനികൾക്ക് നൊയമ്പുണ്ട്, അവർക്ക് മാംസം കഴിക്കാൻ മാറ്റിവെച്ചാൽ മതി, മാംസവും മത്സ്യവും മാറ്റിവെച്ച് നോമ്പെടുക്കാം, അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാ. മുസ്ലിമിന്റെ നോമ്പോ അവനൊരു തുള്ളി വെള്ളം പോലും സുബഹി ബാങ്ക് മുതൽ മഗ്രിബിന്റെ ബാങ്ക് വരെ അസ്തമയം വരെ കുടിക്കാൻ പാടില്ല. ഉമിനീര് പോലും കരുതിക്കുട്ടി വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കാൻ പാടില്ല, തുപ്പിക്കളയണമെന്ന് പഠിപ്പിച്ച പ്രത്യേകമായ ഒരു മതവിശ്വാസത്തിന്റെ ശക്തിയുണ്ട്. അപ്പൊ ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ മതവിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്. അതെല്ലാം കണ്ടും കേട്ടും വളരുക, നമ്മുടെ മതവിശ്വാസത്തെ കൃത്യമായി പാലിക്കുക. അവിടെ ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും വിശ്വാസരംഗത്ത് അടിയറ വെക്കേണ്ടതില്ല. എന്നാൽ യുദ്ധം നടക്കുമ്പോ നോക്ക് നിങ്ങൾ, ഒരു രാജ്യം മറുരാജ്യമായി യുദ്ധം നടക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞെന്തറിയോ? നിങ്ങൾ ഏതെങ്കിലും ആളുകളുടെ മഠങ്ങളെ തകർത്ത് കളയരുത് കേട്ടോ, കൃഷികളെ നശിപ്പിക്കരുത് കേട്ടോ, കുട്ടികളെ കൊല്ലരുത് കേട്ടോ, സ്ത്രീകളെ ഉപദ്രവിക്കരുത് കേട്ടോ, അതിരുകടക്കരുത് കേട്ടോ. ഇതാ മതം, ഇതാ മതം. അത് പഠിക്കണം, അത് പഠിക്കാത്തതാ പ്രശ്നം. അല്ലേ? ഒരു യുദ്ധം നടക്കുമ്പോൾ വരെ ലംഘിച്ചില്ലേ? ഫലസ്തീനിന്റെ മണ്ണിൽ ലംഘനം നടന്നില്ലേ? എത്ര ചർച്ചകൾ നടന്നു. ആ ലംഘനം പാടില്ല എന്ന് അള്ളാഹുവിന്റെ മതം പറയുകയാണ്. ഒരു യുദ്ധം നടക്കുമ്പോൾ സമയം നിശ്ചയിച്ചാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. കടന്നു പോകുന്ന സ്ത്രീകളെയോ കുട്ടികളെയോ കൊല്ലരുത്.